സീരിയസ് ആവുന്നുണ്ട്. എനിക്ക് തുടി കാണാൻ പറ്റില്ല, അത് പോയി കാണാം. ഏത് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു? പടം ഒരു രക്ഷയില്ല. നമുക്ക് പോസ്റ്റർ കാണുമ്പോഴേ തന്നെ പറയാം 3 കഥാപാത്രമാണ് അത് ഞാൻ ആദ്യമായിട്ട് റിലീസ് റിവ്യൂ കഴിഞ്ഞത്. നല്ലൊരു പടമാണ്. ഞങ്ങൾ ലിസ്റ്റിൽ കാണുന്നതാണ്. ഒരു നല്ല പടമാകട്ടെ എന്ന് ആശംസകളുണ്ട്. ഇനി നിങ്ങളെല്ലാവരും, എനിക്ക് കാണുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ നല്ല കാണണം. ഒറ്റയ്ക്ക് വേണ്ടിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ കാണണം. നല്ലൊരു പടമായിട്ട് നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ചില സെക്കൻഡ് ഹാഫിൽ ഒഴിപൊഴിച്ചു നല്ല പടം. ഓക്കെ, ഏത് റോളാണ് ഇഷ്ടപ്പെട്ടത്? ഈ മണിയുടെ റോള്. പടം സൂപ്പർ. AR അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന ഈ സിനിമ 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികച്ച രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ച ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗ് അടുപ്പിക്കാത്ത രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ നല്ല മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തും ലാഗ് അടുപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ഇതിന്റെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്രില്യന്റ് റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് വർക്ക്, ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ കുളവും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആർട്ട് വർക്ക്. നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്. ഇത് ഉറപ്പായിട്ട് വിജയിക്കും. അതുപോലെ തന്നെ നമ്മളെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇത് മാറും. കാരണം 3 കഥാപാത്രങ്ങൾ ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇത്രയും നല്ല പെർഫെക്ഷനായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 3 കഥാപാത്രങ്ങളാണ്. മാസ് എന്റർടൈൻമെന്റ് ഒന്നിനൊന്നിനും മെച്ചം. ഈ സിനിമ ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓണം തൂക്കിയടിച്ചു എന്ന് തന്നെ പറയാം. ടൊവിനോ തോമസ് ചേട്ടനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇനി അദ്ദേഹത്തിന് കരയേണ്ടി വരില്ല. ഇത് ഓണത്തിന് ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ, ഇതൊരു കിണുങ്ങാമണി സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നെല്ലിക്ക സിനിമയാണ്. കിടിലം പടമാണ്. ഒരു രക്ഷയില്ല. മേക്കിംഗ്